കാറ്റത്തെ കിളിക്കൊള്ളി പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നിധിയാണെങ്കിൽ ഹോസ്റ്റലൊക്കെ റെഡിയാക്കിയിട്ടാണെങ്കിൽ നേരെ സുഭാഷ് ചേട്ടൻ്റെ അടുത്തോട്ട് ചെന്നിട്ടാണെങ്കിൽ കാര്യം പറയുന്നുണ്ട് കേട്ടോ. നിനക്ക് ഞാനാണെങ്കിൽ ഹോസ്റ്റൽ റെഡിയാക്കിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് താമസം മാറുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ കാര്യം, ഞാൻ സുധീഷിന് വേണ്ടി ഞാൻ നിൻ്റെ അടുത്ത് മാപ്പ് പറയണമെന്നൊക്കെ ചോദിക്കുമ്പം നമ്മൾ നിധി പറയുന്നുണ്ട്, ഇല്ല സുഭാഷ് ചേട്ടാ അങ്ങനൊന്നും പറയല്ലേ എന്നൊക്കെ പറയുന്നുണ്ടല്ല. സുഭാഷ് ചേട്ടൻ പറഞ്ഞിട്ടില്ലേ ഞാൻ എന്ത് തീരുമാനം എടുത്താലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ മനസ്സില്ലാ മനസ്സോടെയൊക്കെ ആണെങ്കിൽ സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെതാണെങ്കിൽ നിധി വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഇത് കാണുന്ന നമ്മൾ നികേഷിനൊക്കെ ഭയങ്കര സങ്കടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സുധീഷ് വരുമ്പോഴത്തേക്ക് നികേഷാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് വഴക്ക് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ച, ഏട്ടത്തിയാണെങ്കിൽ ഹോസ്റ്റലിലേക്ക് മാറാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ സുധീഷിനാണെങ്കിൽ ഒരു ഷോക്ക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം സുധീഷ് എന്നിട്ട് പറയുന്നുണ്ട്, നിധി പോവരുത്, ഞാനല്ലേ തെറ്റ് ചെയ്ത്, ഞാനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം എന്നൊക്കെ നമ്മൾ നിധിയെടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. നിധി എങ്ങോട്ടും പോകരുത്, നിധി ഇവിടെ തന്നെ വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ സുധീഷ് ഒരുപാട് സോറിയൊക്കെ പറയുമ്പോൾ നമ്മൾ നിധി പറയുന്നുണ്ട്, മതി നിങ്ങളുടെ ഡ്രാമ, എന്നെ നിങ്ങളെ ഞാൻ വിശ്വസിക്കത്തില്ല എന്നൊക്കെ നമ്മൾ നിധി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നികേഷാണെങ്കിൽ ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിട്ട് നിൽക്കുമ്പം നിധിയാണെങ്കിൽ നികേഷിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, നീ വിഷമിക്കണം, ഞാനാണെങ്കിൽ പെട്ടെന്ന് തിരിച്ച് വരും, ഞാനിവിടെ അടുത്തോട്ട് തന്നെയല്ലേ ഞാൻ താമസം മാറിയിരിക്കുന്നത്, നീ എപ്പോൾ വിളിച്ചാലും ഞാൻ ഇങ്ങോട്ട് വരുമെന്നൊക്കെ നിധി പറഞ്ഞിട്ടാണെങ്കിൽ നിധി പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നിധിയെടുത്ത് നമ്മൾ സുഭാഷ് ചേട്ടൻ പറഞ്ഞത് പോലെ ഞാൻ കൊണ്ടാക്കി തരാമെന്നും പറഞ്ഞിട്ട് സുഭാഷ് ചേട്ടനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അത് കാണുന്നത് നമ്മൾ സുധീഷിനൊക്കെ ആണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ നേരെ ചെന്ന് ഭാസ്കരൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിന് ഇത്രയും കാരണം, നിങ്ങളെ ഞാൻ എന്തോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ നമ്മൾ ഭാസ്കരൻ്റെ അടുത്ത് പൊട്ടി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ സുധീഷ് പൊട്ടി കരയൊക്കെ ചെയ്യുന്നുണ്ട്, ഇനി എന്താ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചിട്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നികേഷും ഹരീഷും ആണെങ്കിലും സങ്കടപ്പെട്ട് നിൽക്കും കേട്ടോ, നമ്മൾ നിധി പോയ സങ്കടത്തിലൊക്കെ. അപ്പം നമ്മൾ സുധീഷാണെങ്കിലും ഇരുന്ന് കരയുന്നതൊക്കെ കാണിച്ചിട്ടാണ് പ്രൊമോ റിവ്യൂ അവസാനിച്ചത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.